ാണ്. എന്നാൽ ചഞ്ചല നോട്ടമുള്ളവളെ ഒഴിവാക്കുക. കറുത്ത് ഇടതൂർന്ന മൃദുവായ മുടിയുള്ളവൾ സൗഭാഗ്യവതിയാണ്. കുയിലിൻ്റെ നാദത്തിന് സമാനവും ഹംസധ്വനി പോലെ മധുരമായ ശബ്ദമുള്ളവൾ ഐശ്വര്യമുള്ളവളാണ്. നിരപ്പും മനോഹരവുമായ ചെവികളുള്ളവൾ ഉത്തമയാണ്. വിസ്താരമുള്ള നെറ്റിത്തടമുള്ളവൾ, ചന്ദ്രക്കലയ്ക്ക് സമാനമായ നെറ്റിത്തടമുള്ളവൾ നല്ല ലക്ഷണമാണ്. നിരപ്പായ നെറ്റിയുടെ തടമുള്ളവളും ഒരു നല്ല ലക്ഷണമാണ്. കഴുതയുടെയോ മറ്റു മൃഗങ്ങളുടെയോ ശബ്ദത്തിന് സമാനമായവൻ ഭാഗ്യഹീനനായി തീരുന്നു. എന്നാൽ കോകിലനാദം പോലെ മധുരമായ ശബ്ദമുള്ളവൻ ഭാഗ്യവാനാണ്. നേർരേഖയിലുള്ള മൂക്കുള്ളവൻ സുഖഭോഗങ്ങൾ അനുഭവിക്കും. വക്രതമായവൻ കഷ്ടപ്പാടിലൂടെ സഞ്ചരിക്കേണ്ടി വരും. രക്തം ചുവന്ന ചായം പോലുള്ളവർ ഭാഗ്യവാനാണ്. താമരപ്പൂവിൻ്റെ തിളക്കമുള്ള രക്തം ബുദ്ധിമാനും പ്രശസ്തനുമാവും. കറുപ്പ് കലർന്നതും രൂക്ഷഗന്ധമുള്ളതുമായ രക്തം ഉള്ളവർ രോഗിയും ദുഃഖിതനുമാവും. ഇതാണ് രുധിര ലക്ഷണം. ഇനി അടുത്തതാണ് ഉദരലക്ഷണം. മയിലിന് സമാനൻ ഭാഗ്യവാനും ധനവാനുമാണ്. പാമ്പിന് സമാനൻ ദരിദ്രനും, സിംഹത്തിൻ്റെയോ ആനയുടെയോ സമാനൻ സാമ്പത്തിക വളർച്ച അനുഭവിക്കും. ഇതാണ് ഉദരലക്ഷണം. ഉദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൻ്റെ ലക്ഷണമാണ്. നാഭീലക്ഷണം അഥവാ പുക്കിൾ. വട്ടവും ആഴവുമുള്ള പുക്കിളുള്ളവർ പ്രശംസനീയമാണ്. പരന്നതും വിടവുകളുള്ളതുമായ നാഭി ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കും. ഇനി ഇത് നാഭീലക്ഷണം. ഇതാണ് നാഭീലക്ഷണം. നീളമുള്ള കൈകളും ഉറച്ച പുറം ഭാഗവുമുള്ളവൻ പരാക്രമിയും ഉയർന്ന പദവിയിലേക്ക് നയിക്കപ്പെടുക. നെറ്റിത്തടം ഉയർന്നതും ചുഴിയുള്ളതുമായ മനുഷ്യന് നല്ല പുത്രനും ഭാഗ്യവും വരും. കൈത്തണ്ടയിൽ 3 രേഖ മുറിയാത്തോരും വ്യക്തമായിട്ടുള്ളവരും ഭൂമിയെ ഭരിക്കും. ഇത് മഞ്ഞയോ തവിട്ടോ കലർന്നിരിക്കുകയും ക്രമരഹിതമായി ഇരുന്നാൽ പോരാട്ടങ്ങളും ദാരിദ്ര്യവും നേരിടേണ്ടി വരും. വിരലുകൾ, നഖങ്ങൾ തിളക്കമില്ലാതായാൽ അല്ലെങ്കിൽ നീല നിറം കലർന്നതോ ആകുന്നത് അശുഭലക്ഷണമാണ്. അനാമിക അഥവാ മോതിരവിരൽ താഴെ സൂര്യരേഖ നീളമുള്ളതും വ്യക്തവുമായാൽ സമൂഹത്തിൽ പ്രശസ്തിയും പ്രഭുത്വവും കൈവരിക്കും. ധാരാളം സമ്പത്ത് അവനെ തേടിയെത്തും. കൈയുടെ പെരുവിരലിന് താഴെ വലകണ്ണികൾ ഉള്ളവർ സർവ്വവിദ്യകളും തികഞ്ഞവരായി മാറും. മാംസമില്ലാത്തതും വികൃതവുമായ സ്ഥലങ്ങളുള്ള സ്ത്രീ ദുഃഖവും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരും. ഹൃദയഭാഗവും മാറിടവും മൃദുവായ രോമങ്ങളോടുകൂടി